രാജീവ് പിള്ള അതിമനോഹരമായ ഒരു പാസ് നൽകിയിരിക്കുന്നു. ശബരീഷ് അർജുൻ പ്രേമലൂരിന്റെ സ്വന്തം മമിത ബൈജു. നമസ്കാരം, ഞങ്ങളിത് ഇവിടെ കേരള ഹൗസ് കാർണിവലിന് വന്നതാണ്. ഈ ഒരു ഇവൻറ്റ് നടക്കുന്നത് കൗണ്ടി മീത്തിലുള്ള ഫെറി ഹൗസ് റേസ് കോഴ്സിൽ വെച്ചിട്ടാണ്. പല കോമ്പറ്റീഷനുകൾ, സ്റ്റേജ് പെർഫോമൻസസ്, പഞ്ചാരി മേളം, മെഗാ കൈകൊട്ടിക്കളി, നിരവധി നാടൻ ഭക്ഷണശാലകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നിവിടെ. കൂടാതെ ഇന്നത്തെ കാർണിവലിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്നിവിടെ ഏതാണ്ട് 13ഓളം സെലിബ്രിറ്റീസ് വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. കറക്റ്റ് നമ്പർ അറിയത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളിലേക്ക്. ഇതാണ് കാർണിവൽ നടക്കുന്ന ഗ്രൗണ്ട്. സ്റ്റേജിലൊക്കെ ഓൾറെഡി പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഈ ഒരു ഗ്രൗണ്ടിന് ചുറ്റും ഒരുപാട് സ്റ്റോളുകളുണ്ട്. അതിൽ ഫുഡ്സിൻ്റെ ഉണ്ട്, പിന്നെ ചെറിയ ഷോപ്പിങ്ങിന് പറ്റിയ കാര്യങ്ങളുണ്ട്. ഇന്നത്തെ എന്തായാലും നല്ലൊരു ക്ലൈമറ്റാണ് കാണുന്നത്. നല്ല വെയിലുണ്ട്, ചൂട് തോന്നിക്കുന്ന രീതിയിലുള്ള വെയിലാണ്. വളരെ ചുരുക്കം മാത്രമേ ഇങ്ങനത്തെ ക്ലൈമറ്റ് ഇവിടെ കാണാറുള്ളൂ. പിന്നെ ഇവിടെ പല ടീമുകളുടെ വടംവലി മത്സരം രാവിലെ തൊട്ടേ നടക്കുന്നുണ്ട്. ആദ്യ മത്സരത്തിന് വിസിൽ മുടക്കി കഴിഞ്ഞു. ഒരേ സമയം പല പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്കായിട്ട് ഡ്രോയിങ് കോമ്പറ്റീഷനും മലയാളം എഴുത്ത് മത്സരമൊക്കെയാണ് നടക്കുന്നത്. അപ്പു അതിൽ മലയാളം എഴുത്ത് മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം, ഇത് കേരള ഹൗസിൻ്റെ 13ാമത്തെ കാർണിവലാണ്. 15 വർഷമായി കേരള ഹൗസ് തുടങ്ങിയിട്ട്. കോവിഡിൻ്റെ 2 വർഷം നമ്മൾ കാർണിവൽ നടത്തിയില്ല. ഇത് നമ്മളുടെ 13ാം കാർണിവലാണ്. പരിപാടികൾ ഓൾറെഡി തുടങ്ങി. എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. പ്ലീസ് കം ആൻഡ് എൻജോയ്. താങ്ക് യു. നാടൻ ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്ന സ്റ്റോളുകളാണിതൊക്കെ. ആവി പറക്കുന്ന കപ്പയും മീനും ബീഫ് കറിയും ഒക്കെയുണ്ട് മിക്ക സ്റ്റോളുകളിലും. ഇത് കൗണ്ടി ടിപ്പററിയിൽ നിന്നുള്ള ഒരു സ്റ്റോളാണ്. ഞങ്ങളിവിടെ ഇങ്ങനെ ഓവറോൾ ഒന്ന് നോക്കി നടക്കുകയാണ് എന്തൊക്കെ വെറൈറ്റി ഭക്ഷണങ്ങളുണ്ട് എന്നുള്ളത്. ഇവിടെ ഷീല പാലസിൻ്റെ ഒരു സ്റ്റോളുണ്ട്. അവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നുള്ളത് ഒന്ന് തിരക്കിയതാണ്. പൊറോട്ട നമുക്കൊരു മാസി പ്രൊഡക്ഷനാണ്. മന്തിയുണ്ട്, ബിരിയാണി ഉണ്ട്. പിന്നെ അത് അടുത്ത ഷോപ്പ് നമ്മുടെ തന്നെയാണ്. അവിടെ പ്രോട്ടീൻ ഷേക്സും ജ്യൂസസും ബർഗേഴ്സും ഒക്കെ ഉണ്ട്. പിന്നെ അപ്പൗണ്ടൊക്കെ ഉണ്ട്. സ്റ്റാർട്ട് നാടൻ ആണല്ലോ, കേരള ഫെസ്റ്റിവൽ നാടൻ ഫുഡ് സ്റ്റോൾസ് കുറേ ഉള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് നാടൻ ഭക്ഷണങ്ങളായതുകൊണ്ട് പലതും ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണിത്. പ്രോഗ്രാംസ് നടക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഫുഡ് സ്റ്റോൾസൊക്കെ. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ പ്രോഗ്രാംസൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ കുട്ടികൾക്കായിട്ട് റൈഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിപ്പം M50 ബാൻഡിൻ്റെ പെർഫോമൻസ് ആണ് നടക്കുന്നത്. നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു അവരുടെ. മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഒരു റേഡിയോ ഷോ നടത്തിയ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയ സന്തോഷം, അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്കൊരു എനർജി. And when he's on stage we know that entertainment is here. Ladies and gentlemen, give it up for RJ Mithun Ramesh.
നാടൻ ചായ എന്ന FM ടീമിലെ ദീപ സുനിലാണ്. അപ്പൊ നാടൻ ചായക്കും ഒരു വെൽക്കം ദീപ സുനിൽ. Thank you so much both of you. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്റർടൈൻ ചെയ്ത് തരുന്ന മിഥുനെയും ലക്ഷ്മിയെയും പോലെ മറ്റൊരു കപ്പിളാണ് UK മല്ലു കപ്പിൾ. ദീപു ആൻഡ് ഡീലിയ അവർ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. UK-യിൽ നിന്നും അയർലൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ദീപു ആൻഡ് ഡീലിയ റിക്വസ്റ്റിംഗ് യു ടു കം ഫോർവേഡ് ആൻഡ് ടേക്ക് എ വാക്ക് ഓൺ ദ റാമ്പ്. വെൽക്കമിംഗ് യു ടു കേരള ഹൗസ് കാർണിവൽ. ദീപു ആൻഡ് ഡീലിയ, ദി UK മല്ലു കപ്പിൾ. അടിപൊളി തമാശകളാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കിടു കണ്ടന്റ് ആണ്. അപ്പോ മിഥുൻ ചേട്ടൻ സ്റ്റേജിന് താഴെ ഇറങ്ങി. മിഥുൻ രമേശ് ഉണ്ടായിരുന്നപ്പോഴായിരുന്നു ഇവർക്ക് സ്റ്റേജിൽ കയറാൻ താല്പര്യം. എന്തായാലും അതിനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല. ബട്ട് വലിയൊരു പ്രോത്സാഹനം, വലിയൊരു കൈയടി ഫോർ ദിസ് ഇൻഫ്ലുവൻസർ കപ്പിൾ, UK മല്ലു കപ്പിൾ. അടുത്തത് ഇനിയും പഞ്ചാരിമേളമാണ്. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തത് കൊണ്ട് അത് മൊത്തം ഇടുന്നില്ല, കുറച്ച് ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ this beautifully reflects the rich cultural heritage of our homeland. Today, Royal Rhythm Wexford and Saptaswara Institute of Performing Arts proudly present the very authentic Panjari Mela, and ഇവരുടെ ഗുരുവാണ് ശ്രീ പൂഞ്ഞാർ രാധാകൃഷ്ണൻ. എല്ലാ മേളത്തിനും ഒരു മേളപ്രമാണിയുണ്ട്. ഇന്നത്തെ ഈ ഒരു മേളത്തിന്റെ ചുക്കാൻ വലിക്കുന്ന അതിന്റെ നായിക സ്ഥാനത്ത് നിന്നും അതിന് മേള പ്രമാണിത്വം നൽകുന്നത് മിസ് ഋതികയാണ്. ഋതികയ്ക്ക് ഒരു കൈയടി. കൈയൊക്കെ പൊക്കിയിട്ടൊന്ന് എല്ലാവരും. ഇവിടുത്തെ കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ഒരു വീഡിയോ ആയിട്ട് ഇട്ടാൽ ലെങ്ത് കൂടി പോയല്ലോ എന്ന് വിചാരിച്ച് പല വീഡിയോസ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. പഞ്ചാരി മേളത്തിൻ്റെയും സെലിബ്രിറ്റീസ് എൻട്രിയും ഒക്കെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ കുറേ ഷോർട്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കിക്കോളൂ. ഉച്ച സമയമൊക്കെ ആയപ്പോഴത്തേക്ക് തിരക്കൊക്കെ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. ഫുഡ് സ്റ്റോൾസിൻ്റെ ഒക്കെ മുന്നിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ കേരള ഹൗസ് വള്ളംകളിയുടെ 1ാം സ്ഥാനം ലഭിച്ചത് ആഹാ ബോട്ട് ക്ലബാണ്. ആഹാ ബോട്ട് ക്ലബ് ദയവായി വേദിയിലേക്ക് വരിക. നിങ്ങളുടെ ട്രോഫി വാങ്ങിച്ചുകൊണ്ട് പോവുക. അടുത്തത് ഇനിയും ഇപ്പോൾ ഇവിടെ സ്റ്റേജിലേക്ക് കുറേ സെലിബ്രിറ്റീസ് വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോയും ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിൽ കാണിക്കുന്നില്ല. അവരിവിടെ മെയിനായിട്ട് ഫുട്ബോൾ മാച്ചിന് വന്നതാണ്. The name is Ranjini Haridas. Let's welcome Ranjini Haridas on stage, everyone. നമസ്കാരം. That's signature Ranjini, everyone. Hi. Siju Wilson, please welcoming onto the stage. Hello, hi. എല്ലാവർക്കും സുഖമല്ലേ? Siddharth Menon, Rajiv Pillai. Everyone, please put your hands together and welcome Rajiv Pillai. Siddharth Shiva. Can we give Siddharth Shiva a loud round of Come on, applause? Siddharth Shiva. everyone? മുമ്പോട്ട് Come on. കടന്നു. നമ്മുടെ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ welcoming onto the stage. Vishnu Unnikrishnan. Sabarish Verma. Captain, Non-playing captain, Sabarish Verma. വരൂ.
onto the stage, Arjun Nandakumar. Can we give him a loud round of applause, guys? Come on! ഇനിയും സെലിബ്രിറ്റീസ് വരാനുണ്ട് കേട്ടോ. അതിനിയും ഫുട്ബോൾ മാച്ചിന് ശേഷമേ ഉള്ളൂ അവരുടെ എൻട്രി. അടുത്തത് ഇനിയും ഫുട്ബോൾ മാച്ചാണ്. ടീമുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് കേരള സെലിബ്രിറ്റീസും മറ്റേത് ഐറിഷ് വാരിയേഴ്സുമാണ്. ഈ രണ്ട് ടീമുകൾ തമ്മിലാണ് മാച്ച് നടക്കാൻ പോകുന്നത്. Okay, so ഇന്ന് ഇവിടെ കേരള ഹൗസ് കാർണിവലിൽ ഈ ഫുട്ബോൾ ഫീൽഡിൽ ഫേസ് ഓഫ് ചെയ്യാൻ പോകുന്നു the local team Irish Warriors. And കേരളത്തിൽ നിന്നും മലയാളക്കരയിൽ നിന്നും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു from God's own country and celebrity footballers. Now the very important question is, ആദ്യമായി ഡബ്ലിനിൽ അയർലൻഡിലും നടക്കുന്ന ഈ ഒരു സെലിബ്രിറ്റി വേഴ്സസ് ഹോം ഗ്രൗണ്ട് ഫുട്ബോൾ മാച്ചിൽ ഏത് ടീം ആയിരിക്കും വിജയിക്കുക? Who do you think? ആയിരിക്കും Irish Warriors ആണോ? Celebrities ആണോ? Okay, I'm going to say it one more time. Who thinks that Irish Warriors will win the match? Celebrity, Malayali actors, writers, directors, our team ജയിക്കുമോ ഇല്ലയോ? വളരെ ഒന്നു മാത്രം തീപാറുന്ന പോരാട്ടം നമുക്ക് കാത്തിരിക്കുക. രാജീവ് പിള്ള അതിമനോഹരമായ ഒരു പാസ് നൽകിയിരിക്കുന്നു. ശബരീഷ്, അർജുൻ, സിജു അതിമനോഹരമായ ടാക്കിൾ സിജു നൽകിയിരിക്കുകയാണ്. നമ്പർ അൻവിൻ സിജുവിനെ നോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. That was a good tackle. Putting up a brave fight. ഈ കഥാമുട്ടന്മാർക്കെതിരെ ചങ്കൂറ്റത്തോടെ ഇറങ്ങിയിരിക്കുന്ന ആ കൊച്ചുപിടിക്ക് ഒരു വലിയ കൈയടി. ഇതാ സാക്സഫാൻ, ഇതാ സിദ്ധാർത്ഥ് മേനോൻ. Come on, സിദ്ധാർത്ഥ്. അത് മനോഹരമായ നീക്കമായിരുന്നു. രാജീവ്, come on. ശബരീഷ്, രാജീവ് പാസ് ചെയ്തിരിക്കുന്നു. അതിമനോഹരമായ മറ്റൊരു പേര് കൂടെ ഇന്ന് നമ്മുടെ അട്രാക്ഷൻ എത്തിച്ചിരിക്കുകയാണ്. അടുത്തത് മെഗാ കൈകൊട്ടിക്കളിയാണ്. അതിൻ്റെ സോങ് ഒന്നും പ്ലേ ചെയ്യാൻ അലൗഡ് അല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ പാട്ടിടാത്തത്. നല്ല ഭംഗിയിൽ എല്ലാവരും ഒരേപോലെ ചെയ്ത ഒരു പെർഫോമൻസ് ആയിരുന്നു. ഈ ഒരു പെർഫോമൻസ് നടക്കുമ്പോഴൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു. സാധാരണ ഇവിടെ വെയിലാണെന്ന് പറഞ്ഞ് ആരും അങ്ങനെ കുട ഉപയോഗിക്കാറില്ല. പക്ഷേ ഇന്ന് പലരും കുടയൊക്കെ നൂത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ആർക്കും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ക്ലൈമറ്റ് ആയിരുന്നില്ല. കാരണം ഇവിടെ ഇങ്ങനത്തെ കാലാവസ്ഥ വളരെ ചുരുക്കം മാത്രമേ ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവരൊക്കെ എൻജോയ് ചെയ്ത് കാണും ഈ ഒരു ക്ലൈമറ്റ്. പ്രേമലുവിന്റെ സ്വന്തം മമിത ബൈജു. ഓക്കെ മമിത, ആദ്യം മമിത വരുന്നതിന് മുമ്പേ നമ്മളിവിടെ ഒരു കാര്യം ചെയ്തു. മമിത ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് ഇച്ചിരി ബഹളം ഉണ്ടാക്കാൻ പറഞ്ഞു. പക്ഷെ മമിത കേൾക്കാൻ നമുക്ക് ഒരിക്കൽ കൂടി ചെയ്യണ്ടേ? On my count of 3, 1, 2, 3, go! എല്ലാവർക്കും നമസ്കാരം. ഹലോ കേരള ഹൗസ്. എനിക്കിവിടെ വരാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഇത്രയും ക്രൗഡിനെ പ്രതീക്ഷിച്ചില്ല. എന്നോട് പറഞ്ഞു നല്ല ക്രൗഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയും എനർജറ്റിക് ആയിട്ട് ഇത്രയും ഭയങ്കര ഓളമുള്ള ക്രൗഡിനെ ഞാൻ ഇവിടെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളെല്ലാവരും കണ്ടപ്പോൾ ഐ എം റിയലി റിയലി ഹാപ്പി ആൻഡ് ഐ എം ഓണർഡ് ടു ബി ഹിയർ.
Also part of PTSP. Just want to give a big be the banking partner for this wonderful event. India 2025 models will take you through the story of young love and passion that transcends time and space, from Jaipur to Santorini, Greece, and culminating in Paris. A fashion journey of dreams. And that is what we present through Glam India 2025. Mamita Baiju and Rajiv Pillai to come forward. അടുത്തതിന് ഫാഷൻ ഷോ ആണ്. അതിലെ പാർട്ടിസിപ്പൻസിൻ്റെ കൂടെ മമിത ബൈജുവും രാജീവ് പിള്ളയും റാമ്പ് വാക്ക് ചെയ്യുന്നുണ്ട്. Kerala House Carnival 2025 is proud to invite
the man who revolutionized music as we know it for the Malayalam film industry. Let's bring in Jazzy Gift onto the stage. 1, 2, 3, there you go! Jazzy, welcome! Thank you. നമ്മളെ റീൽ ചെയ്ത കുട്ടികൾ വന്നേ ജാസിടാ ഇത് ജാസ്റ്റിന്റെ കൂടെ ജാസി ചേട്ടന്റെ പാട്ട് വെച്ച് റീൽ ചെയ്ത 2 പേര് കൂടെയുണ്ട് ഡാൻസ് ചെയ്യാൻ. അടിപൊളി, സൂപ്പർ. ഓക്കെ, ഫോർ യു അയർലൻഡ് പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം, വളരെ സന്തോഷം. Ready guys? Ryan. Make some noise for Ryan, everyone. And there we have it. What we say, the man behind the words. യുവതലമുറയുടെ രോമാഞ്ചം. Okay, all my Irish Malayalis make some noise. Guys, നമുക്ക് നാട്ടിൽ ഇവിടെ so many cool celebrities here, so we need to show them that Ireland is the best country outside of India. Am I right? Okay, so let's show them a little bit of Irish love, okay? Everyone sing with me. Ole, 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 ole. നമുക്ക് ഇച്ചിരി കൂടെ ഒച്ച വേണ്ട. കുറച്ചുകൂടെ ഒച്ചയാവാം. Guys, അയർലൻഡ് ഞാൻ ജാസ് കുറെ പൊക്കി പറഞ്ഞു, നിങ്ങൾ ഒച്ച പോരല്ലോ. Ready? Make some noise, everybody. Ireland, make some noise and welcome the Queen of Melody and Queen of Singing. Let's welcome Sayonara. എന്തെല്ലാണ് ഡബ്ലിൻ? സുഖല്ലേ എല്ലാവർക്കും? ഈ 9 മണിക്ക് ഇങ്ങനെ ഇത്രയും പട്ടാപ്പകല് വിളിച്ചിട്ട് ആദ്യമായിട്ടാണ് തോന്നുന്നു നമ്മള് പെർഫോം ചെയ്യുന്നത്. എനിവേ വെരി വെരി ഹാപ്പി. പൊളിക്കാം, നമുക്ക് അധികം സമയം കളയാനില്ല. ഉള്ള സമയം മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പോവാം. ഇപ്പോൾ ഈ ഒരു പെർഫോമൻസ് നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ രാത്രി 9 മണി കഴിഞ്ഞു. ഇപ്പോഴും നല്ല വെളിച്ചമുണ്ട്. ഈ വർഷത്തെ കാർണിവൽ ഇതേ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല അടിപൊളി പ്രോഗ്രാംസ് ആയിരുന്നു എല്ലാം. കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി ഒരുപാട് വെറൈറ്റിയിലുള്ള പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളും എൻജോയ് ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്